പിന്നെ എൻ്റെ പേര് ബീന. ഇന്ന് നമ്മൾ ഡോഗ്സിനെല്ലാം ഉണ്ടല്ലോ കുക്കു വേംസിന് ടാബ്ലറ്റ് കൊടുക്കുന്ന ദിവസം കേട്ടോ. ഇന്ന് നമ്മൾ 6 മാസം ഇരിക്കുമ്പോൾ അവർക്ക് ഡിവാമിങ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് പാനക്കൂറാണ് കൊടുക്കുന്നത്. അതേ 3000 mg വരുന്നത്. അപ്പം ഡോഗിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ടാബ്ലറ്റ് കൊടുക്കുന്നത്. മുറിച്ച് കൊടുക്കുവേ, കൂടുതലായി പോകാൻ പാടില്ല. പഗ്ഗിനൊക്കെ ചിലപ്പോൾ 10 കിലോയുടെയൊക്കെ താഴെയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് മുറിച്ചിട്ട് ആവശ്യമില്ലാത്തത് മുറിച്ചങ്ങ് കളയും നമ്മൾ. അങ്ങനെയാണ് കൊടുക്കുന്നത്. നോക്കി ചെറുതായിട്ടൊക്കെ മുറിച്ചു. അത് ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചാണ്. നമുക്കറിയാൻ പറ്റുമല്ലോ ഇവർക്ക് എത്ര വെയിറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ. ഇതാണ്ടേ ഇത് ക്യാബോനാട്ടോ. അവനെല്ലാം ഭയങ്കര പേടിയെന്നോ, അങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്നെ കാണാൻ താഴെ ഇടുമോയെന്ന് വിചാരിച്ചാൽ. ഇവർക്കിത് ശീലം കേട്ടോ. ടാബ്ലറ്റ് വായിലോട്ട് വെച്ച് 1 സെക്കൻഡ് 2 സെക്കൻഡ് വായിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ് അങ്ങ് ഇറക്കും. അപ്പോൾ ഇവരൊക്കെ കുഞ്ഞായിട്ടിരിക്കുന്നതുകൊണ്ട് സമയം തൊട്ട് നമ്മൾ ശീലിപ്പിച്ചത് കൊണ്ട് ഇതൊക്കെ അവർക്ക് ഒരു കുഴപ്പമില്ല. കുട്ടപ്പായിയൊക്കെ നമ്മളിത് ചെയ്തെടുക്കാൻ ഒരുപാട് പാടുപെട്ട് കേട്ടോ. കാരണം കുട്ടപ്പായിക്കൊന്നും അങ്ങനത്തെ ശീലമൊന്നും ഇല്ലല്ലോ. നമ്മളിവിടെ വരുന്ന ഡോഗ്സിനെല്ലാം തുടക്കം മുതലേ സിറിഞ്ചും സൂചിയും എല്ലാം കണ്ടുപിടിച്ചത് നമ്മളില്ലാതെ ഇരിക്കുമ്പോഴും ആർക്കും എന്തും ചെയ്യാം. നമ്മുടെ കെയർടേക്കർക്ക് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഇത് മാക്കപ്പനാട്ടോ. അവൻ്റെ വാലാറ്റുണ്ട്, കുഞ്ഞു വാലാറ്റുണ്ട്, സ്നേഹമാണ് കേട്ടോ. അവൻ്റെ ഒരു കാല് വയ്യ, മറ്റേ കാലേ അവൻ കുതിച്ച് പൊങ്ങും. ഭയങ്കര കുരുത്തക്കേടാണ്. പിന്നെ അടുത്തത് വരുന്ന ഡോറാമയാട്ടോ. ഡോറാമ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുമോ നോക്കി. 17 പുള്ളിക്ക് വാലൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇന്നാളെ എന്നോട് ഒരാൾ ചോദിച്ചു മരുന്നൊക്കെ ഇടുന്നല്ലേ, ഡോക്ടറെ കാണിച്ചില്ല. ഇതെന്താന്ന് പറയട്ടെ, ഇൻബ്രീഡ് ചെയ്യുന്നത് ആൾക്കാർ. നമ്മളിവിടെ വാങ്ങിയതല്ലേ, അച്ഛൻ ആങ്ങള അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഇൻബ്രീഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്കിൻ ഡിസീസുകളാണ് ഇവർക്കുണ്ടാകുന്നത്. അല്ലാതെ ബാക്കി നമ്മുടെ പഗ്ഗിനൊന്നും അങ്ങനെയില്ല. ഇവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. കൂടുതലെന്ന് വെച്ചാൽ ഓവറായിട്ടുണ്ട് ഇവർക്ക്. കാരണം നമ്മൾ ഒരു ദിവസം കാണാൻ നോക്കാതിരുന്ന അവിടെ കാര്യം പോക്കാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവൾക്ക്. നമ്മളിതിപ്പോൾ എല്ലാ ദിവസവും നോക്കി വാലിൻ്റെ അവിടെ ഭാഗത്താണ് നല്ലോണം പൊട്ടുന്ന. വയറ്, കൈയുടെ അവിടെ ഒക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പം നമ്മൾ മരുന്നൊക്കെ തേച്ച് അങ്ങനെ കട്ടിലേലും ഒക്കെ എല്ലാ ദിവസവും ചാക്ക് ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ചാക്ക് നമ്മൾ കണ്ടിച്ച് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും. അല്ലെ തുണി കഷ്ണം എന്തെങ്കിലും. ഇതാ കുട്ടപ്പായിക്ക് ഇതൊക്കെ പേടിയാണ് ഇതൊക്കെ. കാരണം അവൻ ഇടക്കാലത്ത് വന്ന ശീലങ്ങളല്ലേ. എന്നാലും നമ്മൾ ഇട്ട് കൊടുക്കും. ഒരു നേരം മതി ഇവന് കൊടുത്താൽ മതി കേട്ടോ. അവനെന്തേ അതുപോലെ നമ്മളിപ്പോൾ ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. പല്ലൊക്കെ കണ്ട കുഞ്ഞിൻ്റെ കോൾഗേറ്റിൻ്റെ പരസ്യമാണ്. നല്ല തുന്തരം പല്ല. ഇവിടെ ഏറ്റവും നല്ല പല്ല അവൻ്റെതാണ്. വായി വെച്ചേക്കും, കള്ളൻ്റെ കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ തുറന്നു നോക്കും. ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് പോലും മേടിക്കുന്നുണ്ടല്ലോ കൈ കൊടുത്താൽ അവന് അരികി വന്നേ പിടിക്കത്തുള്ളൂ. കാരണം അവൻ്റെ പല്ല് നമ്മളെ കൊള്ളല്ലോ എന്ന് കരുതിയിട്ട്. തൻ്റെ ദശപ്പെണ്ണ് വന്ന്, എറീന വന്ന്, ഇപ്പം അടുത്തത് ക്യാൻഡി വരും, റിയ വരും, പിന്നെ ബാർബി, പൂൻഡോ, തൻ്റെ ക്യാൻഡി വന്നുണ്ടോ, കാത്തപ്പം വരും, റോവർ വരും. അങ്ങനെ നമ്മുടെ 13 പേർക്കും ലാസ്റ്റത്തെ വേണ്ട റോവറാട്ടോ. അവനെ ലാസ്റ്റാണ് കൊണ്ടുവന്നത്. ഇപ്പം ഭയങ്കര തടിയൊക്കെ വെച്ചിരിക്കുക. ഇപ്പം ഷോയ്ക്കൊന്നും പോകുന്നില്ലല്ലോ. പുള്ളിയെ വല്ലതും കഴിച്ച് വെറുതെ കിടക്കുമല്ലേ. അങ്ങ് ഭയങ്കര തടി വെച്ച്. പണ്ട് ജിമ്മന്മാരുടെ കൂട്ട് നല്ല മസിലൊക്കെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു. ഇപ്പം ഇങ്ങനെ 2 വർഷമായിട്ട് വെറുതെ കിടക്കുമല്ലേ. വല്ലതും കഴിച്ചിട്ട് വെറുതെ കിടക്കുമല്ലോ. ഭയങ്കര തടിയായി, ഓവറായിട്ട് തടിയാണ്. അപ്പം നമ്മൾ ഇച്ചിരി ആഹാരമൊക്കെ കുറച്ച് ഇനി രാവിലെയൊക്കെ നടക്കാൻ പോകണം. ഇപ്പം മഴയായിട്ട് മറ്റേത് രാവിലെയും വൈകിട്ടും കളിക്കാൻ ഇറക്കി വിടുമായിരുന്നു. ഇപ്പോൾ അതും ഇല്ലല്ലോ, മഴയായിട്ട് ഇറക്കി വിടുന്നില്ല. അതുകൊണ്ട് ഓവറായിട്ട് തടി കൂടുമ്പോൾ നമുക്ക് പേടിയാട്ടോ. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ എന്തോർക്കുമെന്നറിയാം, തടി ഒരുപാടാകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മുട്ട മാത്രം കൊടുക്കും. കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉൾട്ടി ഉണ്ടാകും, അസിഡിറ്റി. അതുകൊണ്ട് മുട്ട കൊടുക്കും. അതാണ് ഇന്ന്